ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പല കാരണങ്ങളാൽ പല രീതിയാൽ നീതി ലഭിക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളും അനുഭവിക്കുന്ന വ്യക്തികളൊക്കെയാണല്ലോ നമ്മൾ. പലപ്പോഴും പറയാറില്ലേ, ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ, ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുക. എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ നീ നീതി നടത്തി തരുന്നില്ല? ഒരു വചനം നിൻ്റെ ശ്രദ്ധയിലേക്ക് വയ്ക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 7-ാം തിരുവചനം. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുന്നു. നിന്റെ ദൈവം നിനക്ക് നീതി നടത്തി തരുമെന്നും അതിന് കാലവിളംബം വരുത്തുകയില്ല എന്ന് വചനത്തിലൂടെ ശക്തമായിട്ട് പറയുക. ദൈവത്തിൻ്റെ സമയമെടുക്കും, പക്ഷെ നിനക്ക് നീതി ലഭിച്ചിരിക്കും. നീ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുക. ചില കാത്തിരിപ്പുകൾ ജീവിതത്തിന് ആവശ്യമാണ്. അതാണല്ലോ നമ്മുടെ ജീവിതത്തെ വളർത്തുക. നിന്റെ ദൈവത്തിന് വേണ്ടി ക്ഷമാപൂർവം കാത്തിരിക്കുക. കാരണം നീതിയുടെ കർത്താവാണ് അവിടുന്ന്. അവിടത്തേക്ക് മാത്രമേ ശാശ്വതമായ നീതി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഉറവിടത്തിലല്ല നീ ശ്രദ്ധ കൊടുക്കേണ്ടത്, യഥാർത്ഥ ചൈതന്യത്തെയല്ല നീ മുറുകെ പിടിക്കേണ്ടത്. കർത്താവിനെ മുറുകെ പിടിക്കുക. നീതിയും ശാന്തിയും സമാധാനവും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരങ്ങൾക്ക് ഒപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും രീതിയിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നീതി നിഷേധിക്കപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ നീ നീതിമാനാണല്ലോ. നീതിയോടുകൂടി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. സന്തോഷത്തെ കെടുത്തിക്കളയുന്ന എല്ലാം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊടുക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ അങ്ങേ